Hi guys, welcome back. So ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ടു ബിക്കം എ സക്സസ്ഫുൾ ട്രേഡർ ആൻഡ് ക്രിയേറ്റിംഗ് വിന്നിംഗ് മൈൻഡ് സെറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. ആൻഡ് വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹൗ ടു ബിക്കം എ സക്സസ്ഫുൾ ട്രേഡർ. ആൻഡ് ഒരു ട്രേഡിങ്ങിന് മാത്രമല്ല, നമ്മളൊരു സക്സസ് ആയിട്ടുള്ളൊരു ബിസിനസ്സിൽ വിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സക്സസ് ആവുന്ന ഒരാൾ ഒരു 4 സ്റ്റേജിലൂടെയെങ്കിലും നമ്മൾ കടന്നു പോയിട്ടുണ്ടാകും. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡ്രീമുകളായിട്ട് നമ്മൾ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, റൈറ്റ്. ഒരു ഡ്രീം ഡിറ്റർമിനേഷനൊക്കെ വന്ന് നമ്മൾ ട്രേഡിങ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ് ഫേസിങ് ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ചലഞ്ചസ്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യും, റൈറ്റ്. ഒരുപാട് ട്രേഡിങ്ങിലാണെങ്കിൽ ലോസുകൾ വരും, ആൻഡ് ഒരുപാട് സെറ്റ് ബാക്കുകൾ വരും, ക്യാപിറ്റൽ ഡ്രോ ഡൗൺ വരും, ഇമോഷണൽ ചലഞ്ചസ്, മേ ബി പേഴ്സണൽ ചലഞ്ചസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അല്ലെങ്കിൽ ഒരുപാട് ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഓക്കെ, സോ അതാണ് രണ്ടാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റൈറ്റ്. സോ മൂന്നാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, പല ആൾക്കാരും ആദ്യത്തെ 2 സ്റ്റേജ് സമയത്ത് തന്നെ നിർത്തി പോകാറുണ്ട്, അല്ലെ. വലിയ ചാലഞ്ചസ് വരുന്ന സമയത്ത് തന്നെ പല ആൾക്കാരും ചിന്തിക്കാറുണ്ട്, ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്ന് ചിന്തിച്ചിട്ട് ഒഴിവാക്കി പോകുന്ന കാര്യമുണ്ട്. ട്രേഡിങ്ങിൽ മാത്രമല്ല, നമ്മൾ എന്ത് കാര്യം എടുത്താലും അങ്ങനെയാണ്. അങ്ങനെ എടുത്ത ഒരുപാട് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് ഗിവിങ് അപ്പ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജ്. നമ്മൾ എത്ര തന്നെ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ എത്ര തന്നെ ചലഞ്ചസ് നമ്മൾ നേരിട്ടാലും നെക്സ്റ്റ് സ്റ്റേജിൽ അതൊന്നും നമുക്ക് യാതൊരു പ്രശ്നമല്ലാതെ വീണ്ടും വളരെ ശക്തമായിട്ട് ഒരു കംബാക്ക് നടത്തുന്ന ഒരു സ്റ്റേജാണ് നോട്ട് ഗിവിങ് അപ്പ് സ്റ്റേജ്. ഓക്കെ, ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ വളരെയധികം നോളജ് എടുക്കുന്നതും വളരെയധികം നമ്മുടെ ഫേസ് ചെയ്ത ചലഞ്ചസിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് എടുത്തിട്ട് അതൊക്കെ റെക്ടിഫൈ ചെയ്ത് ആൻഡ് വീണ്ടും വളരെ ശക്തമായിട്ട് തിരിച്ചു വരുന്ന ഒരു സ്റ്റേജാണ്. ഓക്കെ, ഇത് ഞാൻ ട്രേഡിങ്ങിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്, റൈറ്റ്. ദെൻ നാലാമത്തെ ഒരു സ്റ്റേജാണ് നമ്മുടെ അച്ചീവ്മെൻറ്റ്. നമ്മൾ എന്താണോ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ ഡ്രീം ചെയ്തത് അത് നമ്മൾ അച്ചീവ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ്, അതാണ് ഫൈനൽ സ്റ്റേജ്. ചിലപ്പോൾ എന്താണോ ഡ്രീം ചെയ്ത് ചിലപ്പോൾ അതിന് മുകളിൽ വരെ അച്ചീവ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്, അല്ലേ. നമ്മൾ ഒരുപാട് പേരുടെ സക്സസ്ഫുൾ സ്റ്റോറി നമ്മൾ കാണാറുണ്ട്. ട്രേഡിങ്ങിൻ്റെ മാത്രമല്ല, ഞാൻ ഏത് ഫീൽഡിൽ എടുത്താലും ഈ 4 സ്റ്റേജ് എല്ലാവരും ഫേസ് ചെയ്യും, റൈറ്റ്. അപ്പോൾ നമുക്ക് ഇനി ട്രേഡിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിലും സെയിം കാര്യം തന്നെയാണ്. സെയിം പ്രോബ്ലം അല്ലെങ്കിൽ സെയിം സ്റ്റേജിൽ എല്ലാവർക്കും ഫേസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ അപ്പം നമുക്കറിയാം, ഇപ്പം പല ആൾക്കാർ, ഇപ്പം നിങ്ങളോട് തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങളിപ്പോൾ ട്രേഡിങ്ങിൽ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ട്രേഡിങ്ങിൽ രാവിലെ ഓപ്പൺ ചെയ്യുന്നു, ട്രേഡുകൾ എടുക്കുന്നു, ആൻഡ് ലോസ് ഉണ്ടാകുന്നു, ചില ദിവസം പ്രോഫിറ്റ് ഉണ്ടാകുന്നു, ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തു പോകുന്നു, അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ട്രേഡേഴ്സിനെ, നമ്മൾ ട്രേഡിങ്ങിന് വരുന്ന സമയത്ത് നമുക്ക് ട്രേഡിങ്സിനെ നമുക്കൊരു 4 ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, റൈറ്റ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റാൻഡം ട്രേഡേഴ്സ്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റാൻഡം ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ അറിയില്ല ഇവരെന്താണ് ചെയ്യുന്നതെന്നുള്ളത്, റൈറ്റ്. ഇവർക്ക് തന്നെ അറിയില്ല ഇവരെന്താണ് ചെയ്യുന്നുള്ളത്. മോർണിംഗിൽ വരുന്നു, ആൻഡ് ട്രേഡുകൾ മാർക്കറ്റ് ചിലപ്പോൾ മുകളോട്ട് പോകുന്ന സമയത്ത് ബൈ എടുക്കുന്നു, താഴോട്ട് വരുന്ന സമയത്ത് സെൽ എടുക്കുന്നു, ഇല്ലെങ്കിൽ ഏതെങ്കിലും ടെലഗ്രാം ചാനലിൽ പോയിട്ട് കോൾസോ ടിപ്സോ ഫോളോ ചെയ്യുന്നു, റൈറ്റ്. കോൾസോ ടിപ്സോ ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂസ് കേട്ട്, അല്ലെങ്കിൽ റൂമേഴ്സ് കേട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ന്യൂസ് കേട്ടിട്ട് ട്രേഡ് എടുക്കുന്ന ആൾക്കാരാണ് റാൻഡം ട്രേഡേഴ്സ്. ഇവർക്ക് തന്നെ അറിയില്ല ഇവരെന്താണ് ചെയ്യുന്നുള്ളത്. ഇവർ ചിലപ്പം ട്രേഡ് ചെയ്തൊരു ത്രില്ല് അവിടെ ഡെവലപ്പ് ചെയ്യും, റൈറ്റ്. ഒരു ത്രില്ല് അവിടെയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഹോബി പോലെ ആയിരിക്കും ചുമ്മാ ഇങ്ങനെ മാർക്കറ്റിൽ ചെയ്യുന്നവർക്ക്. എന്താണ് ക്യാഷിൻ്റെ വാല്യൂ ഒന്നും അറിയില്ല, ആൻഡ് ജസ്റ്റ് സിംപ്ലി ട്രേഡ് എടുക്കുന്നു, നഷ്ടപ്പെടുത്തുന്നു, ഇത് തന്നെയായിരിക്കും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമതൊരു ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് ഉണ്ട്, മിസ്റ്റേക്ക് റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, മിസ്റ്റേക്ക് റിപ്പീറ്റർ. ഈ ഒരു ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മാർക്കറ്റിൻ്റെ നോളജൊക്കെ ഉണ്ട്, അത്യാവശ്യം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് ആണ്. ബട്ട് സ്റ്റിൽ സെയിം മിസ്റ്റേക്കിൽ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ ഓവർ ട്രേഡിങ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ത്രില്ലിൻ്റെ പുറത്തായിരിക്കും ട്രേഡ് എടുക്കുക, ബട്ട് സ്റ്റിൽ അറിയാം ഇതൊരു മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യുന്നതാണെന്നുള്ളത്, ബട്ട് സ്റ്റിൽ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഓവർ ട്രേഡിങ് നിർത്തണമെന്ന് വിചാരിക്കും, ബട്ട് നാളെയും പോയിട്ട് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. റാൻഡം എൻട്രി എടുക്കുന്നു,
അതിലും അവർക്ക് മിസ്റ്റേക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പ്രോപ്പർ പൊസിഷൻ സൈസിങ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്കറിയാം വലിയ പൊസിഷൻ എടുത്ത് ട്രേഡ് എടുക്കുവാണെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ട് പോകുന്ന സമയത്ത് എന്തായാലും ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആവുമെന്ന് അവർക്കറിയാം, അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നാളെ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് സെയിം 0 to 0 ട്രേഡ് അവസാന നിമിഷം ഔട്ട് ഓഫ് ദ മണി എടുത്തിട്ട് വീണ്ടും നമുക്ക് മുൻപ് നല്ല രീതിയിൽ നഷ്ടം എടുത്തിട്ടുണ്ട്, ഇന്നും അതേ ഇതിൽ ട്രേഡ് എടുക്കുന്നു, ഇന്നെങ്ങാനും ലോട്ടറി കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ട്രേഡ് എടുക്കുന്നു. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ്. ഓക്കെ, ഇത് നിങ്ങൾ പല ആൾക്കാർക്കും ഉണ്ടാവും. ഈവൻ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ഫേസ്. ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റാൻഡം ട്രേഡർ ആയിരുന്നു. പിന്നീട് മിസ്റ്റേക്കുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെനിക്കറിയാം മിസ്റ്റേക്ക് ആണ്, ബട്ട് സ്റ്റിൽ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തോ ഒരു ത്രില്ലിൻ്റെ പുറത്ത് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇത് ഈ ഒരു ട്രേഡിൽ ചിലപ്പം എൻ്റെ ലോസൊക്കെ കവർ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ചുമ്മാ കയറി ഒരു ട്രേഡ് എടുക്കുന്നു. ബട്ട് അതൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഇതാണ് ആദ്യത്തെ ആ രണ്ട് ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ്. ഇനി മൂന്നാമത്തെ ഒരു ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രഗിൾഡ് ട്രേഡേഴ്സ്. ഓക്കെ, സ്ട്രഗ്ലിംഗ് ട്രേഡേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇത് ഒരു മൂന്നാമത്തെ ഒരു സ്റ്റേജാണ്. ഈ ഒരു സ്റ്റേജിൽ നോർമലി ട്രേഡേഴ്സ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. അതായത് ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കി റാൻഡം ട്രേഡിംഗ് ആണ് അല്ലെങ്കിൽ മിസ്റ്റേക്ക് റിപ്പീറ്റർ ആണെന്ന് മനസ്സിലാക്കിയിട്ട് എന്തൊക്കെയാണോ എൻ്റെ മിസ്റ്റേക്കുകൾ അത് നോട്ട് ഡൗൺ ചെയ്തിട്ട് അത് ഏതൊക്കെ രീതിയിൽ എനിക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ ഉള്ള ഒരു സ്റ്റേജാണ് സ്ട്രഗ്ലിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും, ബട്ട് സ്റ്റിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ടാകില്ല. ഇങ്ങനെ ട്രേഡുകൾ എടുക്കുമ്പോൾ എന്താണ് ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രേഡേഴ്സാണ്. ഇപ്പോഴും നിങ്ങൾ പല ആൾക്കാരുണ്ടാവും അല്ലേ, നിങ്ങൾക്ക് ഇപ്പോഴും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നോളജ് ഉണ്ടാവും, ബട്ട് സ്റ്റിൽ ഒരു 0 to അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഈവനിലായിരിക്കും ഇപ്പോഴും നിങ്ങൾ ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്, എന്തൊക്കെയോ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ നിങ്ങൾ ഇപ്പോഴും സ്റ്റിൽ ചെയ്യുന്നുണ്ട്, ബട്ട് വലിയ നഷ്ടമില്ലാതെ അല്ലെങ്കിൽ വലിയ ലോസ് ഇല്ലാതെ വലിയ പ്രോഫിറ്റ് ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അല്ലേ. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ട്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ആരൊക്കെയാണ് ഒരു സ്ട്രഗ്ലിംഗ് ട്രേഡർ അല്ലെങ്കിൽ ആരൊക്കെയാണ് ഒരു മിസ്റ്റേക്ക് ട്രേഡർ എന്നുള്ളത്. ഓക്കെ, ഇനിയാണ് ഫൈനൽ നാലാമത്തെ ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. റൈറ്റ്, സോ അതിൽ നമുക്ക് സ്മാർട്ട് ട്രേഡർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ട്രേഡർ എന്ന് പറയാം. റൈറ്റ്, സ്മാർട്ട് ട്രേഡർ. സോ ഇതിൽ ഈ ഒരു ട്രേഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഫിറ്റബിൾ സ്റ്റേജിലെത്തിയ ഒരു ട്രേഡറാണ്. റൈറ്റ്, സോ ഇതിന് ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ആൻഡ് അവർ തൻ്റെ മിസ്റ്റേക്കുകൾ കണ്ടുപിടിച്ച് തൻ്റെ ഇമോഷൻ ഏത് പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് അല്ലെങ്കിൽ എവിടെയാണ് തെറ്റുന്നത്, ആൻഡ് ഏത് ടൈപ്പ് ഓഫ് ഇമോഷനാണ് എനിക്ക് ലൈവ് മാർക്കറ്റിൽ വരുന്നത്, എവിടെയാണ് എനിക്ക് പിഴച്ചത്, ആ കാര്യങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്ത് വളരെ നല്ലത് ഇമ്പ്രൂവ് ചെയ്ത് വളരെ ഫാസ്റ്റായിട്ട് കണ്ടിന്യൂസ്ലി ലേൺ ചെയ്യുന്ന ഒരു ട്രേഡറാണ് സ്മാർട്ട് ട്രേഡർ. ഓക്കെ, ഇവർ പ്രോഫിറ്റിലോട്ട് എത്തും, വളരെ ഫാസ്റ്റായിട്ട് തന്നെ പ്രോഫിറ്റിലോട്ട് എത്തും. ഓക്കെ, ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി അറിയാം. ഞാനൊക്കെ ഒരുപാട് ടൈം എടുത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ തന്നെ ഒരു പ്രോഫിറ്റിലോട്ട് എത്തിയത്. ഒരുപാട് കാലങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് പ്രോഫിറ്റിലോട്ട് എടുത്തത്. ചില ട്രേഡേഴ്സ് ഉണ്ട് വളരെ ഫാസ്റ്റായിട്ട് കണ്ടിന്യൂസ് ലേണിംഗ് ആയിരിക്കും ചെയ്യുക, വളരെ ഫാസ്റ്റായിട്ട് തന്നെ റാൻഡംലി ട്രേഡൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ ഫാസ്റ്റായിട്ട് തൻ്റെ മിസ്റ്റേക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ പ്രോഫിറ്റിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഡെഫിനറ്റ്ലി ആദ്യത്തെ 3 സ്റ്റേജിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങളിപ്പോൾ റാൻഡം ട്രേഡ് അല്ലെങ്കിൽ ആദ്യത്തെ 2 കാറ്റഗറിയിലാണ് ഉള്ളതെങ്കിൽ ഇന്ന് തന്നെ അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഇന്ന് തന്നെ എങ്ങനെയാണ് ഒരു സ്മാർട്ട് ട്രേഡർ മീൻസ് ഒരു സക്സസ്ഫുൾ ട്രേഡറാണ്, അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ ആദ്യ 2 സ്റ്റേജിലുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ സ്മാർട്ട് ട്രേഡറിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. സ്ട്രഗിളും ഫേസും നമുക്ക് ആവശ്യമില്ല. സ്ട്രഗിളും ഫേസ് ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫേസ് ഇല്ലാതെ തന്നെ നമുക്ക് വരാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാം, ആൻഡ് ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുവന്നത്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 2-3 ഇയേഴ്സ് സ്ട്രഗിൾ ചെയ്ത ഒരാളാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഫോക്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുവാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ഒരു 4th ടൈപ്പ് ഓഫ് കാറ്റഗറി ട്രേഡിലോട്ട് വരണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസിപ്ലിനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, ഈ ഒരു ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്ന ഏറ്റവും ടഫായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, നമുക്ക് ഒരു ദിവസം കൊണ്ടോ ചിലപ്പോൾ ഒരു മാസം കൊണ്ടോ ഒന്നും നമുക്ക് നടക്കാത്ത ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ. നമുക്ക് ട്രേഡിങ്ങിലോട്ട് മാത്രമായിട്ട് ഡിസിപ്ലിൻ കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ടഫായിട്ടുള്ളൊരു കാര്യമാണ്, ട്രേഡിങ്ങിലോട്ട് മാത്രമായിട്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റിയൽ ലൈഫിലോട്ട് നമ്മൾ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. ഓക്കെ, ഈവൻ നമ്മളുടെ ഹോബീസ് ചേഞ്ച് ചെയ്യുക ആൻഡ് മോർണിംഗ് മുതൽ ഈവനിങ് വരെയുള്ള നമ്മളുടെ ആ ഒരു
ടൈം ഷെഡ്യൂൾ തന്നെ ഒന്ന് മാറ്റിയെടുക്കാം. നമ്മളിപ്പോൾ പല ആൾക്കാരും എന്താണ്, എനിക്കറിയാവുന്ന പേഴ്സണലി ട്രേഡേഴ്സ് ഉണ്ട്, രാവിലെ എണീച്ചിട്ട് ഒരു 9 മണിയാകുമ്പോൾ എണീക്കുന്നേ ഉള്ളൂ, അത് ഡയറക്റ്റ്ലി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് നമ്മളുടെ ഒരു എന്താണ് മോർണിംഗിലുള്ള ഒരു ഹോബീസ് ഒന്ന് ചേഞ്ച് ചെയ്യുക. ഡെഫിനറ്റ്ലി ഈ നമ്മുടെ റിയൽ ലൈഫ് മാറുന്നതിനനുസരിച്ചിട്ട് അത് നമ്മുടെ ഡിസിപ്ലിൻ, ആ ഒരു ഡിസിപ്ലിൻ ട്രേഡിങ്ങിലും ഡെഫിനറ്റ്ലി വരും. ഓക്കെ, 100% ഷുവറാണ്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, രണ്ടാമത്തത് നമ്മൾ കൊണ്ടുവരേണ്ടത് പേഷ്യൻസ്, ക്ഷമ. റൈറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ചുമ്മാ ഞാൻ നേരത്തെ പറഞ്ഞു 1-2 ദിവസങ്ങൾ കൊണ്ടൊന്നും പറ്റാത്തൊരു കാര്യമാണ്. കാരണം പല ആൾക്കാരും ക്ഷമയില്ലാത്തതുകൊണ്ടാണ് റാൻഡംലി ട്രേഡൊക്കെ എടുക്കുന്നത്, അല്ലേ? നമ്മൾ മാർക്കറ്റിലൊരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു, നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞിട്ടെങ്കിൽ അപ്സൈഡ് പോകുന്നുള്ളതാണ്. അപ്പോൾ പല ആൾക്കാരും ബ്രേക്ക് ഔട്ടിന് മുൻപേ ട്രേഡുകൾ എടുക്കും, ദെൻ അത് ലോസിലോട്ട് പോകും, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൈൻഡ് വീക്കായി, പിന്നെ അഗെയിൻ അടുത്ത ട്രേഡ് എടുക്കും, വീണ്ടും റാൻഡംലി ട്രേഡ് എടുക്കും, വീണ്ടും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. ഫൈനലി നമ്മുടെ ഇമോഷൻ നമ്മുടെ കൺട്രോളിലല്ലാതെ വരും, ദെൻ ഫൈനലി ആ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ പേഷ്യൻസ് ഡെഫിനറ്റ്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ക്ഷമ. ഓക്കെ, അത് ക്ഷമ നമുക്ക് ട്രേഡിങ്ങിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു ട്രേഡിങ്ങിലോട്ട് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. റൈറ്റ്, ഒരു റൈറ്റ് സെറ്റപ്പ് നമ്മൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇന്ന ലെവലിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ മാത്രമേ എടുക്കൂ എന്നുള്ളത്. പിന്നീട് അതിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് വിട്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ബേസിക്കലി എൻ്റെ സ്ട്രാറ്റജി, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കും ക്ഷമ കുറവുണ്ടായിരുന്നു, ഞാൻ റാൻഡംലി ട്രേഡുകൾ എടുക്കുമായിരുന്നു. ബട്ട് എനിക്ക് മനസ്സിലായി, ഞാൻ ജെനുവിനലി അത് അക്സെപ്റ്റ് ചെയ്തു, അതെൻ്റെ മിസ്റ്റേക്ക് ആണെന്നുള്ളത്. ജെനുവിനലി അത് അക്സെപ്റ്റ് ചെയ്തു, കാരണം അങ്ങനെ ചെയ്തിട്ട് ഇനി മുൻപോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. സോ അങ്ങനെ ഒരു സെറ്റപ്പ് വരുന്ന സമയത്ത് വരെ സെറ്റപ്പ് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, നിങ്ങളുടെ ട്രേഡിംഗ് നോളജിനനുസരിച്ചാണ് നിങ്ങൾ സെറ്റപ്പ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ ഒരു സെറ്റപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അതാണ് ആ ഒരു പേഷ്യൻസിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ മെയിൻലി ഈ 2 കാര്യം ഫോക്കസ് ചെയ്താൽ തന്നെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. മൂന്നാമത്തെ ഒരു കാര്യം ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് നോളജാണ്, അതായത് മാർക്കറ്റിൻ്റെ ടെക്നിക്കൽ സൈഡ്. കണ്ടിന്യൂസ് നോളജ്, അതായത് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, മാർക്കറ്റിൻ്റെ വോളാറ്റിലിറ്റി എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, മാർക്കറ്റ് റീസെൻ്റ്ലി ഏത് ടൈപ്പ് ഓഫ് സ്ട്രക്ചറിലാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ്ലി ലേൺ ചെയ്തുകൊണ്ടിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് ഇത് മാത്രം കാര്യമല്ല, നമുക്ക് ഡിസിപ്ലിനും പേഷ്യൻസോടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് കൺസിസ്റ്റൻ്റ്ലി പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, കണ്ടിന്യൂസ്ലി നോളജ് ചെയ്തിരിക്കുക. അത് ഏത് ടെക്നിക്കൽ അനാലിസിസ് ആണ്, ഇപ്പോൾ ഏതാണ് നിങ്ങളുടെ ടൈപ്പ് ഓഫ് സ്ട്രാറ്റജി, സ്മാർട്ട് മണി കൺസെപ്റ്റ് ആണോ, ലിയോട്ട് വേവ് ആണോ, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ആണോ, പ്രൈസ് ആക്ഷൻ ആണോ, പാറ്റേൺ ആണോ, എന്ത് തന്നെ ആയാലും അത് കണ്ടിന്യൂസ്ലി ലേൺ ചെയ്തുകൊണ്ടേയിരിക്കുക. മാർക്കറ്റിൽ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. നമ്മളിപ്പം നെക്സ്റ്റ് മാർക്കറ്റ് മൂവ്മെൻറ്റ് ഫേസ് ഏതാണ് വരുന്നത്, ഇപ്പോൾ ഉള്ള ഫേസ് ഏതാണ്, ന്യൂസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, എപ്പോഴും കണ്ടിന്യൂസ്ലി ലേൺ ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഓക്കെ, അതാണ് ഒരു സ്മാർട്ട് ട്രേഡിൻ്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ആൻഡ് നാലാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് റിസ്ക് ആൻഡ് മണി മാനേജ്മെൻറ്റ്. റിസ്ക് ആൻഡ് മണി. ഓക്കെ, നമുക്കറിയാം മാർക്കറ്റിൽ മാത്രമല്ല, മണി ഒരാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് ട്രേഡിങ്ങിൽ മാത്രമല്ല, ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രേഡിങ്ങിന് വേണ്ടി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അതിൽ ഞാൻ എത്ര പെർസെൻറ്റേജ്, എൻ്റെ ക്യാപിറ്റലിൻ്റെ എത്ര പെർസെൻറ്റേജ് ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യും, എത്ര പെർസെൻറ്റേജ് ലോങ് ടേമിന് വേണ്ടി യൂസ് ചെയ്യും, ഇൻ കേസ് പ്രോഫിറ്റ് കിട്ടിയാൽ അതെങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പല ആൾക്കാരും അറിയാം, പ്രോഫിറ്റ് കിട്ടിയ ഉടനെ തന്നെ നെക്സ്റ്റ് ഡേ വീണ്ടും അത് തന്നെ ഇട്ടിട്ട് വീണ്ടും ട്രേഡ് എടുക്കും. അപ്പോൾ നെക്സ്റ്റ് ഡേ ലോസ് വരുന്ന സമയത്ത് പ്രോഫിറ്റും പോകും, ക്യാപിറ്റലും പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എങ്ങനെ സേവ് ചെയ്യാം, ആൻഡ് ആ ഒരു കിട്ടിയ പ്രോഫിറ്റിൽ എങ്ങനെ റിസ്ക് എനിക്ക് മാനേജ് ചെയ്യാം, ഇതിലൊക്കെ ഒരു വ്യക്തമായിട്ടുള്ളൊരു പ്ലാന് നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം. ഒക്കെ ഒരു സ്മാർട്ട് ട്രേഡറിനെ സംബന്ധിച്ചിട്ട് ഇത് വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട്. റൈറ്റ്, സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കൊരു സക്സസ്ഫുൾ ട്രേഡർ ആകാം. ഡെഫിനറ്റ്ലി ഈ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചത് കൊണ്ടാണ് എനിക്ക് പ്രോഫിറ്റുകൾ ആവാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൽ ഏറ്റവും കാര്യം തന്നെ ഡിസിപ്ലിൻ തന്നെയാണ്. ഡിസിപ്ലിൻ, പേഷ്യൻസ്, ഇത് രണ്ടും നമ്മുടെ വിന്നിങ് മൈൻഡ് സെറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. താഴെയുള്ള 2 കാര്യങ്ങൾ കണ്ടിന്യൂസ് നോളജ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ലേണിംഗ്, മാർക്കറ്റിൻ്റെ ടൈപ്പ് ഓഫ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ലേൺ ചെയ്യുന്നത്, പിന്നെ റിസ്ക് ആൻഡ് മണി മാനേജ്മെൻറ്റ്. നമ്മൾ ജെനുവൻലി മനസ്സറിഞ്ഞ റിസ്ക് അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ, നമ്മുടെ ക്യാഷ് അല്ലെങ്കിൽ നമ്മുടെ മണി മാനേജ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വലിയ നഷ്ടങ്ങളില്ലാതെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതായത് അൺവാണ്ടഡ് റിസ്ക് ഒന്നും എടുക്കാതെ സഡൻ മാർക്കറ്റിൽ ഇപ്പം ഈവൻ സക്സസ്ഫുൾ ട്രേഡർ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിൽ പോലും, ചിലപ്പോൾ നമ്മൾ മണി മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഏതെങ്കിലും ടൈമിൽ ലോസ് വരുന്ന സമയത്ത് നമുക്ക് വലിയ നഷ്ടങ്ങൾ വരും, വലിയ ഡ്രോ ഡൗൺ വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡ്രോ ഡൗൺ വന്നു കഴിഞ്ഞ് വീണ്ടും തിരിച്ച് കയറുക എന്നുള്ളത്.
കാരണം ഓൾറെഡി നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫേസിൽ നമ്മളധികം സ്ട്രഗിൾ ചെയ്യാതെ കറക്റ്റായിട്ട് മണി അതിൻ്റെ റിസ്ക് മാനേജ് ചെയ്തിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്താണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ അല്ലെങ്കിൽ സക്സസ്ഫുൾ ട്രേഡർ ആയിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഡെഫിനറ്റ്ലി പുതിയൊരു വീഡിയോയിൽ നമുക്ക് നാളെ കാണാം. സോ ബൈ, താങ്ക് യു.